ഇപ്പം ലോകത്തിലുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഡിവിഷൻ എന്താണ്? അത് പുരോഗമനവാദികളും പാരമ്പര്യവാദികളും തമ്മിലാണോ? ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് ലിബറൽസ് എന്ന് പറയുന്ന പുരോഗമനവാദികളും കുറച്ച് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന കൺസർവേറ്റീവായിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു ഭയങ്കരമായ യുദ്ധവും ഡിവിഷനുമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അമേരിക്ക നോക്കിയാലും ഇന്ത്യ നോക്കിയാലും ടർക്കി നോക്കിയാലും ഒക്കെ ഈ ഡൈനാമിക്സ് കാണാം. പക്ഷേ എന്താണ് ലിബറൽസും കൺസർവേറ്റീവ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിലുള്ള ഒരു സൈക്കോളജിക്കൽ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ബെസ്റ്റ് പറയാൻ പറ്റുന്നത് ജോനാഥൻ ഹൈറ്റിൻ്റെ മോറൽ ഫൗണ്ടേഷൻസ് തിയറി വെച്ച് തന്നെയാണ്. ഉദാഹരണത്തിന് ലിബറൽസ് കുറച്ചുകൂടി വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. ഒരു വ്യക്തികളോട് നമ്മൾ കൊടുക്കേണ്ട കരുതൽ, ചില വിഭാഗങ്ങളോട്, ചില പ്രത്യേക ദൗർബല്യമുള്ള വ്യക്തികളോട് കാണിക്കേണ്ട കരുതൽ, അല്ലെങ്കിൽ എല്ലാവരോടും കാണിക്കേണ്ട കരുതൽ, പിന്നെ ബുദ്ധിമുട്ടുകളും പെയിനും വേദനയും, മനുഷ്യനുണ്ടാകുന്ന വേദനയും കുറയ്ക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അവകാശങ്ങൾ, ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ, ഇതൊക്കെയാണ് ലിബറൽസിൻ്റെ പ്രധാനപ്പെട്ട മൂല്യബോധങ്ങൾ. എങ്കിൽ കൺസർവേറ്റീവ്സിന് ഇതൊക്കെ പ്രധാനം തന്നെയാണ്, പക്ഷേ അവർക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ചില മൂല്യബോധങ്ങളും കൂടെ ഉണ്ട്. അതായത് ചിലരോട് കാണിക്കേണ്ട ചില ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ്, അതായത് ചിലരോട് കാണിക്കേണ്ട ബഹുമാനം, അഥവാ അനുസരണ, ചില കാര്യങ്ങളോട് കാണിക്കേണ്ട അനുസരണ, ചില അതോറിറ്റികളോട് കാണിക്കേണ്ട അനുസരണം, ചില ഗ്രൂപ്പുകളോട് കാണിക്കേണ്ട വിധേയത്വം അഥവാ കൂറ്. ഉദാഹരണത്തിന് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ നേഷൻ, നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്ക, ഇതുകൊണ്ട് കാണിക്കേണ്ട ആ ഒരു കൂറ്. പിന്നെ ചില കാര്യങ്ങളോട് കാണിക്കേണ്ട ദൈവികതയോട് കാണിക്കേണ്ട ഒരു ബഹുമാനം, പവിത്രത, ഡിവിനിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വാല്യൂ. ഇതിനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വളരെയധികം മൂല്യബോധം അതും ചേർന്നതാണ് എന്ന് വിചാരിക്കുന്നവരാണ് പാരമ്പര്യവാദികൾ. കേട്ടോ, നിങ്ങൾ മോറൽ ഫൗണ്ടേഷൻസ് തിയറി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ എന്തിനാണ് നമ്മളിത് അറിയുന്നത്? അത് നമ്മൾ പൊളിറ്റിക്സ് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, വേറെ ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട്, പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്.